എന്നെ മാനിച്ചു, എന്നെ യോഗ്യനാക്കി. ഒരാൾ എഴുതി, അത് ക്ലിക്കായി കഴിയുമ്പോഴേക്ക് പിന്നെ വരുന്ന പാട്ടുകളെല്ലാം യോഗ്യതയും മാന്യതയാണ്. ഇത്രത്തോളം വേദന, കഷ്ടത, പട്ടിണി, കണ്ണുനീര്, ശോധന, ഇങ്ങനെയുള്ള കുറേ വാക്കുകൾ ചേർത്ത് കഴിഞ്ഞാൽ ആ ഒരാശയം വരുന്ന 50 പാട്ടുകളുണ്ട്. ഞാൻ ചുമ്മാ മാനത്തു മിന്നുന്ന താരങ്ങളും വെള്ളത്തിൽ നീന്തുന്ന മത്സ്യങ്ങളും മുറ്റത്തു പൂക്കുന്ന പൂമുല്ലയും ദൈവമേ നിൻമുഖം കാണുവാനായി. മിക്കവാറും പാട്ടുകളുടെ വരികളും അതിൻ്റെ താളവും ട്യൂണൊക്കെ കാണാതെ അറിയുന്നത് കൊണ്ട് നമുക്ക് വേണം മൊബൈൽ തോണ്ടിക്കൊണ്ട് പാടാം, അല്ലെ വഴിയെ പോകുന്ന വണ്ടികളുടെ എണ്ണം എടുത്തോണ്ട് വേണം പാടാം. അപ്പോൾ നമുക്കൊരു 3 സെഗ്മെന്റിലായിട്ട് പോകാം. ഓക്കെ. 1 ഗാനരചന. അലയാഴിയതിൽ തെളിയുന്നതു നിൻ കരവിരുതോ കരവിരുതോ. ലൈഫ് ഫോക്കസിൻ്റെ സംഗീതവുമായി ബന്ധപ്പെട്ട മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഗാനരചനയിലും സംഗീത സംവിധാനത്തിലും ആലാപനത്തിലുമൊക്കെ നമുക്ക് സുപരിചിതനായി തീർന്ന ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. അത് മറ്റാരുമല്ല, വളരെ പ്രസിദ്ധനായ ബ്രദർ ജോയ് ജോൺ. അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. ഇന്ന് സംഗീതത്തെക്കുറിച്ച് ചിന്തിക്കുന്ന, ചർച്ച ചെയ്യപ്പെടുന്ന ഈ എപ്പിസോഡിൽ പാട്ടുകാരില്ലാതെ നമുക്കെങ്ങനെയാണ് തുടർന്നു പോകുവാൻ കഴിയുക? അതോടൊപ്പം പാട്ടിനൊരു പശ്ചാത്തല സംഗീതം ഒരുക്കുവാനും ഒരു നല്ല കലാകാരൻ ആവശ്യമുണ്ട്. ഇന്ന് നമ്മോടൊപ്പം ഗാനങ്ങൾ ആലപിക്കുവാൻ കടന്നു വന്നിരിക്കുന്നത് പ്രിയ സന്തോഷ് ജോയിയാണ്. ക്രിസ്തീയ സംഗീതരംഗത്ത് അറിയപ്പെടുന്ന ഒരു ഗായകനാണ്, വളരെ പ്രസിദ്ധനായ ഒരു ഗായകനാണ്. അതോടൊപ്പം കീബോർഡിൽ തന്നെ ഒന്ന് ബാക്ക് ചെയ്യാനായിട്ട് ഗോഡ്വിൻ റോഷ് എന്ന അനുഗ്രഹീതനായ കലാകാരനാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. അവരെ രണ്ടുപേരെയും വളരെ സ്നേഹത്തോടെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സന്തോഷ്, ഗോഡ്വിൻ, ഈ ലോകത്തിൽ നിന്ന് ഒരു പൂർണ്ണതയ്ക്ക് വേണ്ടിയുള്ള, അല്ലെങ്കിൽ സംഗീതത്തിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടിയുള്ള ഒരുപാട് മത്സരങ്ങൾ, അതിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ കമ്പോസിങ്, അതിൻ്റെ ആലാപനം, ഇതിനൊക്കെ ഒരു വലിയ മത്സരം നടക്കുന്ന അതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. തീർച്ചയായിട്ടും. അത് മാത്രമല്ല, ഈ സോഷ്യൽ മീഡിയ വന്നതോടുകൂടെ ഈ ആളുകൾക്കൊരു മ്യൂസിക്കൽ ലിറ്ററസി വന്നു. തീർച്ചയായിട്ടും. അതായത് ഇപ്പോൾ രാഗം എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തറിയാം, താനെന്ന് പറഞ്ഞാൽ അറിയാം, പല്ലവി എന്ന് പറഞ്ഞാൽ അറിയാം, ശ്രുതി എന്ന് പറഞ്ഞാൽ അറിയാം, സംഗതി എന്ന് പറഞ്ഞാൽ സംഗീതം എന്ന് പറഞ്ഞാൽ താളെന്നറിയാം. അപ്പം യേശുദാസിന് പോലും ചെറുതായിട്ടൊരു പിച്ച് വേരിയേഷൻ വന്ന ആൾക്കാർ പറയും അത് ശരിയായില്ല, ആ പോർഷൻ ശരിയായില്ല. നല്ല പാട്ട് കേൾക്കുക എന്നുള്ള എൻ്റെ ഒരു അവകാശമാണെന്നൊരു ചിന്താഗതി കേൾവിക്കാർക്കുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ ക്രിസ്തീയ സംഗീത ലോകത്തിലേക്ക് വരുമ്പോൾ നമ്മളൊരു ഒപ്പിക്കൽ സംഗീതമാണ് എന്ന് പറഞ്ഞാൽ പുറമേയുള്ള ആളുകളുടെ സംഗീതത്തിന് അവർ കൊടുക്കുന്ന ആ ഒരു ഡെഡിക്കേഷൻ, ഒരു സമർപ്പണം, അതിനുവേണ്ടി സമയം ചിലവാക്കുന്നത് അത് ഒരു ക്രിസ്തീയ ലോകത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ കുറവാണ്. സംഗീതത്തെ ഗൗരവത്തോടുകൂടെ സമീപിക്കുന്ന എത്ര ക്രിസ്തീയ ഗായികമാരും ഗായകന്മാരും ഉണ്ട്. കാണാതെ പഠിക്കുന്ന, പുതിയ പാട്ട് പഠിക്കുന്ന, പുതിയ ശൈലി ശ്രദ്ധിക്കുന്ന, പല പാട്ടുകൾ പഠിക്കുന്ന, നിരീക്ഷിക്കുന്ന, അല്ലെങ്കിൽ ആശയങ്ങൾ, അർത്ഥങ്ങൾ ഉൾക്കൊണ്ട് പാടുന്ന ഗായകരുടെയൊക്കെ എണ്ണം വളരെ കുറവല്ലേ? അത് സംഗീതത്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ എല്ലാ മേഖലകളിലുമുണ്ട്. ആലാപനത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, എഴുത്തിലും അതിൻ്റെ കമ്പോസിങ്ങിലും ആലാപനത്തിലുമൊക്കെ ആ ഒരു നാം എത്രത്തോളം സെക്കുലർ രംഗത്തെ മ്യൂസിക്കുമായിട്ട് നാം ഒന്ന് തട്ടിച്ചു നോക്കുമ്പോൾ ക്രിസ്ത്യൻ മ്യൂസിക് ഇന്ന് എവിടെ നിൽക്കുന്നു, അല്ലെങ്കിൽ എത്രമാത്രം കോമ്പറ്റീറ്റീവായിട്ട് നിൽക്കുന്നു എന്നുള്ളത് നാം ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്ന് നാം ഇപ്പോഴത്തെ പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു കാര്യമാണ്. ഇന്ന് അങ്ങനെയുള്ള വിഷയങ്ങൾ നമുക്ക് നമ്മുടെ പ്രേക്ഷകരുമായിട്ടൊക്കെ ഒന്ന് പങ്കുവയ്ക്കണമെന്നാണ് ലൈഫ് ഫോക്കസ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഇതിൻ്റെ എല്ലാ മേഖലകളിലും കൈകടത്തിയിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ പ്രിയ ബ്രദർ ജോയ് ജോണിനെ ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് ഞങ്ങൾ പ്രത്യേകമായിട്ട് ക്ഷണിച്ചിരിക്കുന്നത്. ഞാൻ നിരീക്ഷിച്ചൊരു കാര്യമുണ്ട്. ഈ ക്രിസ്തീയ സംഗീതം മാത്രമേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിലെ എല്ലാ തുറകളിലും വരുന്നത്. അതായത് കല്യാണത്തിന് പാട്ട് പാടും, ഒരാൾ യാത്ര പോയാൽ യാത്ര അയക്കുമ്പോൾ പാട്ട് പാടും, കവലയിൽ നിന്ന് യേശു കർത്താവിനെ കുറിച്ച് സുവിശേഷ ഗീതം നമ്മൾ പാടും, ഒരാൾ മരിച്ചു കിടന്നാൽ പാടും. ലോകത്തിൽ നിങ്ങൾ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഒരാൾ മരിച്ചു കിടക്കുമ്പം ആളുകൾ ചുറ്റും കൂടി ഇരുന്ന് പാട്ട് പാടുന്നത്? അതെ അതെ അതെ. ജയിലിൽ കിടന്ന് പാട്ട് പാടിയ ചരിത്രമുണ്ട് വേദപുസ്തകത്തിൽ. അതെ അതെ. കഷ്ടതയിലും പാടുന്നത്, പട്ടിണിയിലും പാടുന്നത്, ഒന്നുമില്ലായ്മയിലും പാടുന്നത്, രക്തസാക്ഷിയാകുന്നതിന് മുമ്പ് പാടുന്നത്, ഇതൊക്കെ
ശരിക്കും പറഞ്ഞ ഒരു വിശ്വാസിയുടെ ആത്മീക ശക്തിയുടെ അടയാളം കൂടിയാണ്. എന്ന് പറഞ്ഞാൽ നത്തിങ് ക്യാൻ സ്റ്റോപ്പ് മീ. ഇനി വേദപുസ്തകത്തിൻ്റെ ഭാഷ്യത്തിൽ പറഞ്ഞാൽ കഷ്ടത അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, സന്തോഷം അനുഭവിക്കുന്നവൻ പാട്ട് പാടട്ടെ. അപ്പം കഷ്ടതയുടെയും പട്ടിണിയുടെയും നെടുവീർപ്പിൻ്റെ ഒക്കെ ഇടയിൽ ഒരുത്തന് പാടാൻ പറ്റുന്നു എന്ന് പറഞ്ഞാൽ അവനെ സന്തോഷിപ്പിക്കുന്ന എന്തോ ഒരു കാര്യം അവൻ്റെ ഹൃദയത്തിലുണ്ടെന്നുള്ളതാണല്ലോ അതിൻ്റെ അർത്ഥം. തീർച്ചയായിട്ടും. അപ്പോൾ ആ സന്തോഷം ദൈവികമായ സന്തോഷമാണ്. അപ്പോൾ സംഗീതത്തെ നമ്മൾ സമീപിക്കേണ്ടത് ഇറ്റ് ഇസ് എ ഗിഫ്റ്റ് ഓഫ് ഗോഡ്, ദൈവം നൽകിയിരിക്കുന്ന ഒരു സമ്മാനമാണ് അത്. ആൻഡ് വി സിങ് ഫോർ ഗോഡ്, ദൈവത്തിന് വേണ്ടി പാടുന്നു. ആൻഡ് വി സിങ് അബൌട്ട് ഗോഡ്, ദൈവത്തെക്കുറിച്ച് പാടുന്നു. പലപ്പോഴും ഞങ്ങൾ ചിന്തിക്കാറുണ്ട്, സപ്പോസ് നമ്മൾ ആരാധിക്കുന്ന സമയത്ത് അല്ലെ ഏതെങ്കിലും ഒരു മീറ്റിങ്ങിൽ ദൈവത്തെ പ്രകീർത്തിക്കുന്ന, യേശുക്രിസ്തുവിനെ പ്രകീർത്തിക്കുന്ന ഒരു ഗാനം നമ്മൾ പാടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കർത്താവ് പ്രത്യക്ഷപ്പെട്ടെന്ന് വിചാരിച്ചോ? കർത്താവ് പറയാം, എല്ലാവരും പാട്ടൊക്കെ നിർത്തണം, ഒരു നിമിഷം എനിക്ക് നിങ്ങളോട് കാര്യം ചോദിക്കാനുണ്ട്. നിങ്ങളിപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? അപ്പോൾ എല്ലാ വിശ്വാസം പറഞ്ഞു ഞങ്ങൾ പാടിക്കൊണ്ടിരിക്കുമായിരുന്നു. എന്താ പാടിക്കൊണ്ടിരുന്നത്? കർത്താവെ നിന്നെക്കുറിച്ച് ഞങ്ങൾ പാടിക്കൊണ്ടിരുന്നത്. എന്നെക്കുറിച്ച് നിങ്ങൾ എന്താ പാടിക്കൊണ്ടിരുന്നത് എന്ന് ചോദിച്ചാൽ എന്ത് പറയും? ഇപ്പോൾ നമ്മൾ ഇത്രയും പേര് വർത്തമാനം പറഞ്ഞുകൊണ്ട് റൂമിലിരിക്കുക. അപ്പോൾ ഒരാൾ പെട്ടെന്ന് വെളിയിൽ നിന്ന് ഇങ്ങോട്ട് വരികയാണ്. അപ്പം നമ്മളെല്ലാം കൂടെ അദ്ദേഹത്തെ ഇങ്ങനെ ഇപ്പം നിങ്ങളുടെ കാര്യം ഞങ്ങൾ പറഞ്ഞതേ ഉള്ളായിരുന്നു എന്ന് നമ്മൾ പറയാമെന്ന് വിചാരിച്ചു. അയാളുടെ പ്രതികരണം എന്തായിരിക്കും? എന്നെക്കുറിച്ച് എന്താ പറഞ്ഞത്? അപ്പം യേശു കർത്താവ് നമ്മോട് ചോദിക്കുക എന്നെക്കുറിച്ച് നിങ്ങൾ എന്താ പാടിയത് എന്ന് ചോദിച്ചാൽ എന്ത് മറുപടി ഉണ്ടാവും? മിക്കവാറും പാട്ടുകളുടെ വരികളും അതിൻ്റെ താളവും ട്യൂണൊക്കെ കാണാതെ അറിയുന്നത് കൊണ്ട് നമുക്ക് വേണം മൊബൈൽ തോണ്ടിക്കൊണ്ട് പാടാം, അല്ല വഴിയെ പോകുന്ന വണ്ടികളുടെ എണ്ണം എടുത്തുകൊണ്ട് വേണം പാടാം. പക്ഷെ പലപ്പോഴും നമ്മൾ പാടുന്നത് എന്താണെന്ന് നമ്മൾ പലപ്പോഴും അറിയുന്നില്ല, മനസ്സിലാക്കാതെ പോകുന്നു, അല്ലെങ്കിൽ അറിയാതെ പോകുന്നു എന്നുള്ളൊരു വാസ്തവമാണ്. കാരണം വർഷങ്ങളായിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഈ ക്രിസ്തീയ ഗാനങ്ങളൊക്കെ രചിക്കപ്പെട്ട അന്നു മുതൽ നാം കേൾക്കുന്ന പാട്ടുകളൊക്കെ നാം ഇപ്പോഴും പാടുന്നു. ഓൾമോസ്റ്റ് ഒരു ആരാധനയിലേക്ക് എത്തി നിൽക്കുമ്പോൾ തന്നെ നാം ആലോചിച്ച് നോക്കിയാൽ നാം പാടുന്ന പാട്ടുകൾ ഏത് വർഷങ്ങളിൽ എഴുതിയ പാട്ടുകളാണ്? എത്രയോ വർഷങ്ങൾക്ക് മുൻപ് മഹാകവി കെ വി സൈമൺ സാർ എഴുതിയ പാട്ടുകൾ പാടുന്നുണ്ട്, കൊച്ചുകുഞ്ഞുമതി എഴുതിയ പാട്ടുകൾ പാടുന്നുണ്ട്, യൂസഫ് ജോസഫ്, മോശവത്സലം, ഇവരുടെയൊക്കെ പാട്ടുകൾ ആരാധനകൾക്ക് പാടുന്നുണ്ട്, വർഷങ്ങളായിട്ട് പാടുന്ന പാട്ടുകളാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ലിറിക്കൽ അല്ലെങ്കിൽ ഒരു രചനകളിലേക്ക് നമുക്കൊന്ന് ഇറങ്ങിച്ചെല്ലാനായിട്ട് പലപ്പോഴും സാധിക്കാതെ പോകുന്നു. കാരണം ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ വന്നു പോകുന്നു. അതെ. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ചർച്ച ആദ്യം നമ്മൾ തിരിച്ചുവിടേണ്ടത് ഗാനരചന എന്നുള്ള ഭാഗത്തേക്കായിരിക്കും. തീർച്ചയായിട്ടും. അപ്പോൾ നമുക്കൊരു 3 സെഗ്മെന്റിലായിട്ട് പോകാം. ഓക്കെ. 1 ഗാനരചന, 2 ഇതിന്റെ സംഗീത സംവിധാനം. ഓക്കെ. ഗാനരചന സംഭവിച്ചു കഴിഞ്ഞാൽ അടുത്തത് സംഭവിക്കേണ്ടത് അതാണ്. വരികൾക്ക് ജീവൻ വേണമല്ലോ. അതെ അതെ. വരികൾക്ക് ഉടൽ മാത്രം പോരാ, അതിന് ജീവൻ വരണമെങ്കിൽ അത് സംഗീതം ചെയ്യണം. പിന്നെ അത് സംഗീത സംവിധാനം, പിന്നെ അത് അത്രയും സംവിധാനം ചെയ്താൽ മാത്രം പോരാ, അത് ആരെങ്കിലും പാടും വേണം. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മുടെ 3ാമത്തെ സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ സംഗീത ആലാപനമാണ്. ഇനി ഈ സംഗീത രചനയെക്കുറിച്ച് പറയുമ്പോഴേ നമുക്ക് എന്തുമാത്രം വൈവിധ്യമായ പാട്ടുകളാണ് ഉള്ളത്. തീർച്ചയായിട്ടും. ശിശുപ്രതിഷ്ഠ, സ്നാനം, കർത്തൃമേശ, പ്രാർത്ഥന, സുവിശേഷത്തിനുള്ള ആഹ്വാനം, പ്രത്യാശ, മരണഗീതങ്ങൾ, അങ്ങനെ നോക്കുകയാണെങ്കിൽ പലവിധ വൈവിധ്യമായിരിക്കുന്ന പാട്ടുകളുണ്ട്. തീർച്ചയായിട്ടും. ഇപ്പോൾ നിങ്ങൾ 4 പേരും നമ്മൾ 4 പേരും മ്യൂസിക് ഫീൽഡുള്ള ആൾക്കാരാണ്. കഴിഞ്ഞ ഒരു 10 വർഷത്തിലിറങ്ങിയ ഒരു പ്രഭാതഗാനം എന്ന് പറഞ്ഞേ, നിദ്രയിൽ ഞാൻ ആയ നേരം, അല്ലെങ്കിൽ അതിരാവിലെ തിരുസന്നിധി, അതല്ലാതെ പണ്ട് നമ്മൾ പാടിപ്പൊതിഞ്ഞ പാട്ടുകളല്ല, അത് കഴിഞ്ഞ 10 വർഷത്തിലിറങ്ങിയ നമ്മളിപ്പോൾ പാടുന്ന ഒരു പ്രഭാതഗാനം പറഞ്ഞേ? ഇല്ല. ഒരു സന്ധ്യാകീർത്തനം പറഞ്ഞേ? ഇല്ല. അപ്പോൾ എന്താ അതിൻ്റെ കാരണം? വൈവിധ്യമായ പാട്ടുകൾ ഉണ്ടാകുന്നില്ല. ഇനി ഉണ്ടാകുന്ന പാട്ടുകൾ തന്നെ ആവർത്തിച്ച് വരുന്ന എത്ര വാക്കുകളുള്ളതെന്നറിയോ? ഈ പാസ്റ്റർ മത്തായി സി സാംകുട്ടി എന്ന് പറഞ്ഞ അത് ഒരു എഴുത്തുകാരനാണ്. അദ്ദേഹത്തിൻ്റെ പാട്ടാണ് എൻ്റെ യേശു എനിക്കു നല്ലവൻ, എനിക്കെന്നും മതിയായവൻ രോഗത്തിൽ. അപ്പോൾ പുള്ളിക്കാരൻ പറയാണ്, അന്ന് എഴുതിയൊരു വാക്കാണ് മതിയായവൻ. പിന്നീട് വന്ന പാട്ടുകളിലെല്ലാം മതിയായവൻ ഒരു വാക്ക് ക്ലിക്കായപ്പോഴേക്ക് അത് കംപ്ലീറ്റ് പിന്നെയും റിപ്പീറ്റായി. കുറച്ചു കാലം മുമ്പേ ഇറങ്ങിയ ഒരു പാട്ടാണ് തലമുറ. പിന്നെ വരുന്ന പാട്ടുകളിലെല്ലാം തലമുറകളുടെ ഒരു ഒഴുക്കാണ്. പിന്നെ ഞാൻ യോഗ്യനല്ല, എന്നെ മാനിച്ചു, എന്നെ യോഗ്യനാക്കി, ഒരാൾ എഴുതി, അത് ക്ലിക്കായി കഴിയുമ്പോഴേക്ക് പിന്നെ വരുന്ന പാട്ടുകളെല്ലാം യോഗ്യതയും മാന്യതയാണ്. പിന്നെ ഇത്രത്തോളം. അതുപോലെ യഹോവ ഈരേ, അത് വന്നപ്പോഴേക്ക് ആ വാക്ക് തന്നെ ഉപയോഗിച്ച് അത് തെറ്റാന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് ഒരു പുതുമ വരാത്തത്? അപ്പോൾ അവിടെയാണ് നമുക്ക് സൈമൺ സാറിൻ്റെ ആ ഒരു പാട്ടിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. അപ്പം നമ്മൾ പാട്ട് എഴുതുന്ന ആൾക്കാരോടാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. പാട്ട് എഴുതുന്നവർ
വൈവിധ്യമായിരിക്കുന്ന തീമുകൾ, ഇപ്പോൾ ഏകാന്തതയെക്കുറിച്ച്, അല്ലെങ്കിൽ മനുഷ്യൻ്റെ അന്യഥാബോധത്തെക്കുറിച്ച്, അല്ല ജീവിതത്തിൻ്റെ അർത്ഥത്തെക്കുറിച്ച്, യേശുവിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച്, സുവിശേഷം നൽകുന്ന പ്രത്യാശയെക്കുറിച്ച്, അങ്ങനെ നമുക്ക് എഴുതാനാണ് നിരവധി വൈവിധ്യമായ ആശയങ്ങളുണ്ട്. അപ്പോൾ അതിന് പുതിയ നല്ല വാക്കുകൾ നമ്മൾ തേടണം. ഞാൻ ഈ സമയത്ത് ഓർക്കുന്നത് സൈമൺ സാറിൻ്റെ പാടും നിനക്ക് നിത്യവും എന്നുള്ള പരമേശ, അതിനകത്തൊരു വരിയുണ്ട്. നമുക്ക് ആ പാട്ടൊന്ന് പാടിയിട്ട് ആ വരിയെക്കുറിച്ചും ചർച്ച ചെയ്യാം. അപ്പോൾ സന്തോഷ് സഹോദരൻ ഈ പാട്ട് നമുക്ക് വേണ്ടി പാടും നിനക്ക് നിത്യവും. പാടവമുള്ള സ്തുതി പാഠകനെന്ന പോ, പാടവമുള്ള സ്തുതി പാഠകനെന്ന പോ, തേടും ഞാൻ നല്ല വാക്കുകൾ പരമേശ, പാടും നിനക്കു നിത്യവും പരമേശ, പാടും നിനക്കു നിത്യവും. ഈ പണ്ട് കാലത്ത് രാജാവിനെ കാണാൻ പോകുന്നതിനെ അതെ രാജാവിനെ മുഖം കാണിക്കാന്ന് പറഞ്ഞത് അല്ലേ? തീർച്ചയായിട്ടും. എന്നിട്ട് രാജാവിനെ കുറിച്ച് പുകഴ്ത്തി 2 വാക്കൊക്കെ പറയും. മാനവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോൽ നിൻമുഖം എന്നൊക്കെ പറഞ്ഞ് ഭൂമിയിലുള്ള അധികാരമുള്ള ഒരു മനുഷ്യനെ സൂചിപ്പിക്കുക, അദ്ദേഹത്തെ പ്രസാദിപ്പിക്കുക, അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വല്ല പട്ടും വളയൊക്കെ മേടിച്ചിട്ട് തിരിച്ചു വിട്ടുപോയി. ഇതാണല്ലോ കലാകാരന്മാരുടെ അന്നത്തെ. അപ്പം ആ ഒരു ആശയത്തിലാണ് പറയുന്നത്. അപ്പം ദൈവത്തിന് മുമ്പിൽ ആരാധ്യനായ സർവാധികാരിയായ എല്ലാത്തിനെയും ഭരിക്കുന്ന ദൈവം തമ്പുരാൻ്റെ മുമ്പിൽ വരുമ്പോൾ നീ ഏത് വാക്ക് ഉപയോഗിക്കുന്നു? അതാണ് ആ ചോദ്യം. അപ്പം ഇവിടെ പാട്ടുകാരൻ പറയാണ്, ഐ വിൽ ലുക്ക് ഫോർ ദ റൈറ്റ് വേർഡ്. നല്ല വാക്കുകൾ ഞാൻ തേടും ഞാൻ നല്ല വാക്കുകൾ. അതാ പറയുന്ന രീതി വരുന്നത് രസകരമായിട്ടാണ്. അപ്പോൾ അതാ ഈ വാക്കുകളുടെ പ്രസക്തി എന്ന് പറയുന്നത്. ഇപ്പോൾ സൈമൺ സാറിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, പുള്ളി ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഈ TK-നെ കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് TK ശമൽ സാറ് എല്ലന്തൂരുണ്ടായിരുന്ന എഴുത്തുകാരൻ, അദ്ദേഹത്തെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ഇവരെഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ ഈ പേനയുടെ തുമ്പത്ത് ഓരോ അക്ഷരങ്ങളും വാക്കുകളൊക്കെ വന്നിട്ട് ഇങ്ങനെ പറയുന്ന അവരോട്, എന്നെ ഉപയോഗിക്കൂ എന്ന് പറഞ്ഞാൽ അതുപോലത്തെ പദസമ്പത്താണ്. അപ്പോൾ ഈ പദസമ്പത്ത് അങ്ങനെ ഉണ്ടാകാനുള്ള കാരണം അവർക്ക് അതുപോലുള്ള വായനയും അഗാധമായ ആഴമുള്ള പരപ്പുള്ള വായനയും ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ്. പിന്നെ ഭാവന. അപ്പോൾ ഈ M കൃഷ്ണൻ നായർ എന്ന് പറഞ്ഞ ഒരാൾ, അദ്ദേഹത്തും ഈ സാഹിത്യത്തിൻ്റെ നിരൂപകനാണ്. അദ്ദേഹം പറഞ്ഞു, പുസ്തകം എഴുതുന്ന ഒരാൾ 1000 പുസ്തകം വായിച്ചാലേ ഒരു പുസ്തകം എഴുതാനുള്ള ആശയം നിനക്ക് എടുത്തുള്ളൂ. അപ്പോൾ 1000 പാട്ട് കേട്ട് വായിച്ച് മനസ്സിലാക്കിയൊരു മാത്രമേ ഒരു പാട്ട് എഴുതാൻ പാടുള്ളൂ എന്നൊരു നിയമം വന്നാൽ മിക്കവാറും എഴുതുന്ന ആൾക്കാർ പണി നിർത്തുമെന്നാണ്. തീർച്ചയായിട്ടും. ഈ മലബാറിലുള്ള ഒരു ഈ മുസ്ലിങ്ങളുടെ ഇടയിലെ ഒരു വളരെ പ്രസിദ്ധനായ ഒരു എഴുത്തുകാരുണ്ട്. അദ്ദേഹം പറയുകയാണ്, ഇപ്പം നെഞ്ച്, കൊഞ്ച്, മൊഞ്ച് ഇങ്ങനെയുള്ള 3 പാട്ട് വരികൾ എവിടെയെങ്കിലും ചേർത്താൽ അതൊരു മുസ്ലിം പാട്ടായി, മുസ്ലിം പാട്ടായി എന്ന്, ഇസ്ലാമിക പാട്ടായി എന്ന് അദ്ദേഹം തമാശ രൂപേണ പറഞ്ഞു. അപ്പം ഞാൻ പറയുകയാണ്, അതുപോലെയാണ് നമ്മുടെ വേദന, കഷ്ടത, പട്ടിണി, കണ്ണുനീര്, ശോധന ഇങ്ങനെയുള്ള കുറേ വാക്കുകൾ ചേർത്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആരാധിക്കുന്നു, പുകഴ്ത്തുന്നു, വാഴ്ത്തുന്നു, നിൽക്കുന്നു, കൈകൾ ഉയർത്തുന്നു, നിന്റെ സന്നിധിയിൽ, ഇങ്ങനെയൊക്കെയുള്ള കുറേ വാക്കുകൾ ചേർത്ത് കഴിഞ്ഞാൽ അവിടെ നിന്നൊക്കെ ചുരണ്ടി നമ്മളത് എഴുതി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തൊരു കവിതാ ഭംഗിയില്ല. പാട്ടുകൾക്ക് കവിതാ ഭംഗിയില്ലെങ്കിൽ അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ ആശയം ഉണ്ടാകുമെങ്കിലും കവിതയിൽ വരുമ്പോൾ അതിന് ആ നമ്മൾ പെറുക്കി വെക്കുന്ന അക്ഷരങ്ങൾക്കൊരു ശൈലി വേണം. അതെ അല്ലേ? തീർച്ചയായിട്ടും. നമ്മൾ പഴയ പാട്ടുകളുടെ ഏറ്റവും വലിയ ഹൃദ്യത എന്ന് പറയുന്നത് അതുപോലുള്ള ചിട്ടയായ രചനകളാണ്. അല്ലെങ്കിൽ ഓരോ വാക്കുകളെയും പ്ലേസ് ചെയ്യുന്ന ഒരു രീതി. ഇപ്പം നമ്മൾ കേട്ട പാട്ടിനകത്ത് തേടും ഞാൻ നല്ല വാക്കുകൾ, നല്ല വാക്കുകൾ പറഞ്ഞാലും കറക്റ്റ് അല്ലേ? പറയുന്ന രീതി അതാണ് അന്നത്തെ എഴുത്തുകാരുടെ ബ്രില്യൻസ് എന്ന് പറയുന്നത്. അതാണ്. ഇപ്പം മലയാളത്തിൽ എത്രയോ വാക്കുകളുണ്ട്. അപ്പോൾ ഈ വാക്കുകളിൽ നമ്മുടെ മലയാള ക്രിസ്തീയ ഗാനങ്ങളിൽ വരാത്ത ഒത്തിരി വാക്കുകളുണ്ട്. ഇപ്പം നേരത്തെ തന്നെ ഒരു എഴുത്തുകാരനായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു, ആ പാപികളിൽ ഒന്നാമൻ ഞാനാണ് എന്ന് പറഞ്ഞാൽ അറിവില്ലായ്മയുടെ കാലത്ത് കുറേ പാട്ടിലൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഒത്തിരി ആവർത്തിച്ചുള്ള വാക്കുകളുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു, വൈ ഷുഡ് ഐ റിപ്പീറ്റ് പുതിയ വാക്കുകൾ? ഇപ്പോൾ പഴയ ഒരു തരംഗിണിയുടെ പാട്ടാണ്, ദൈവം നിരുപമ സ്നേഹം സ്നേഹം നിറയും നിർജ്ജരി എന്നുള്ള വാക്ക് വേറെ എവിടെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്?
എവിടെ നമ്മൾ കേട്ടിട്ടില്ല. നല്ല വാക്കാണത്. അതുപോലെ മാനത്തു മിന്നുന്ന താരങ്ങളും വെള്ളത്തിൽ നീന്തുന്ന മത്സ്യങ്ങളും മുറ്റത്തു പൂക്കുന്ന പൂമുല്ലയും ദൈവമേ നിൻ മുഖം കാണുവാനായി. വളരെ പ്രശസ്തമായ കവിതയാണ്. എന്തൊരു വാക്കുകളാണ്. സൂര്യകാന്തി പുഷ്പമെന്നും സൂര്യനെ നോക്കുന്ന പോലെ ഞാനും എൻ്റെ നാഥനെ താൻ നോക്കി വാഴുന്നു. എന്തൊരു ഉപമയ അലങ്കാരമാണെന്ന് പറഞ്ഞാൽ, സൂര്യകാന്തി എങ്ങനെയാണല്ലോ സൂര്യൻ പോകുന്ന അനുസരിച്ച് ഇങ്ങനെ പോകും. വൈകുന്നേരം പടിഞ്ഞാറോട്ട് തിരിഞ്ഞാൽ നിൽക്കുന്നത് കണ്ടിട്ടുണ്ടോ സ്ഥലകാന്തി കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിൽ. അപ്പം ആ എഴുത്തുകാരൻ്റെ ഭാവന അങ്ങനെയാണ്. ഇപ്പം ഞാൻ പറയാം, ഞാൻ ഈ ഇടയ്ക്ക് പാട്ടോസ് ചുമ്മാ നോക്കി. ക്രിസ്തീയ ജീവിതം ഒരു തോണിയിൽ, വഞ്ചിയിൽ നമ്മൾ യാത്ര ചെയ്യുന്നതാണ്. ഈ അലകളെല്ലാം ഇങ്ങനെ വരുന്നു. ആ ഒരാശയം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ വരുന്ന കാറ്റും കോളും നമ്മളൊരു എന്താണ് പറഞ്ഞത്, അക്കരയ്ക്ക് നമ്മൾ യാത്ര ചെയ്യാണ്. ആ ഒരാശയം വരുന്ന 50 പാട്ടുകളുണ്ട്. ഞാൻ ചുമ്മാ ഒന്ന് എണ്ണി അതിൽ കൂടുതൽ കാണും. ഞാൻ ചുമ്മാ ഒന്ന് എണ്ണി നോക്കുമ്പോൾ 50 എണ്ണം. നിങ്ങളൊരു സെക്കുലർ പാട്ട്, അതിപ്പോൾ ONVയുടെ ആണെങ്കിലും അല്ലെങ്കിൽ ഗിരീഷ് പുത്തഞ്ചേരിയുടെ ആണെങ്കിലും അല്ലെങ്കിൽ ആരുടെ ഏത് യൂസഫ് അലി കേച്ചേരി, പല കവികളും PK ഗോപി പല ആൾക്കാരുടെ കവിതകൾ നമ്മളിങ്ങനെ ഒരേ വിഷയം അവർക്ക് കൊടുക്കുക. സൂര്യാസ്തമനം, അല്ലെങ്കിൽ പ്രകൃതിയുടെ പാട്ട്, അല്ലെങ്കിൽ ഒരു പ്രഭാതം പൊട്ടി വീരുന്നത്, അങ്ങനെ എന്തെങ്കിലും ഒരു സബ്ജക്റ്റ് കൊടുത്തിട്ട് ഒരു 10 പേരോട് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ 10 പേരും എഴുതുന്ന ശൈലികളും അവരുപയോഗിക്കുന്ന വാക്കുകളും അവരുടെ ഉപമ, ഉൽപ്രേക്ഷ, അലങ്കാരം ഇതെല്ലാം വ്യത്യാസമായിരിക്കും. കാരണം ആ പാട്ടുകളിൽ എന്തുണ്ട്, സാഹിത്യമുണ്ട് അല്ലേ. അപ്പം നല്ല വാക്കുകൾ മാത്രം പോരാ, നല്ല സാഹിത്യം വേണം. നേരത്തെ പറഞ്ഞ പോലെ നല്ല ഭാവന വേണം. എന്തു പറയുന്നു എന്നല്ല, നമ്മൾ എങ്ങനെ പറയുന്നു, അതിനാണല്ലോ ബ്യൂട്ടി വരുന്നത്. എനിക്ക് ഈ സമയത്ത് ഓർമ്മ വരുന്നത് നമ്മുടെ രണ്ടുപേരുടെ സുഹൃത്തായ നമ്മുടെ GK ജോർജ് കോശി അവർകൾ, അദ്ദേഹത്തിൻ്റെ നല്ലൊരു പാട്ടാണ് അലയാഴികളിൽ. നല്ല പാട്ടാണ്. അപ്പോൾ ജോർജ് കോശി അവർകൾ എഴുതിയ അലയാഴിയതിൽ, അത് വളരെ സാഹിത്യ സമ്പുഷ്ടമായ ഒരു ഗാനമാണ്. എനിക്കിഷ്ടപ്പെട്ട ഒരു ഗാനമാണ് അത്. സന്തോഷം നമുക്ക് വേണ്ടി ആലപിക്കും. അലയാഴിയതിൽ തെളിയുന്നതു നിൻ കരവിരുതോ ഈ അനന്ത നീലാംബരം പാടിടുന്നു ദേവാത്തവ മഹിതമാം നാമം മനുസുതനേ. അലയാഴിയതിൽ തെളിയുന്നതു നിൻ കരവിരുതോ. അത് വളരെ മനോഹരമായൊരു ഭാവനയാണ്. നല്ല വാക്കുകൾ. അതെ, നല്ല ബ്യൂട്ടിഫുൾ വേർഡ്സ് ആണ് അതിൻ്റെ. അതുപോലെ ചെറിയ സാർ എഴുതിയിരിക്കുന്ന എന്നേശുവെ എൻ ജീവനെ, അതിലൊരു വരിയുണ്ട്, രാവിൽ വിളക്കാണു നീ, എന്നാവിൽ മധുവാണ് നീ, അളവില്ല കഥനത്തിൻ കാർമേഘത്തിൻ മഴവില്ലിൻ ഒളിയാണ്. അതെ, തീർച്ചയായിട്ടും അതൊരു അസാധാരണ പാട്ടാണ്. തലമുറയായി അവൻ നമുക്ക് നല്ലൊരു സങ്കേതമാം തലമുറ. അത് ആക്ച്വലി അതൊരു പ്രാസത്തിന്റെ പ്രയോഗം അതിലുണ്ടെങ്കിൽ തന്നെ ആ പ്രാസം ഉണ്ടാക്കാൻ വേണ്ടി അല്ല ചെറിയൻ സാർ അങ്ങനെ എഴുതി. അത് ഓട്ടോമാറ്റിക്കായിട്ട് വന്നതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു പ്രാസം അവിടെ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അവിടെ ഒരു പ്രാസം ആഗ്രഹിച്ചിട്ടുണ്ടാവാം. പക്ഷേ അത് എത്ര സ്മൂത്തായിട്ടാണ് വന്ന് വീണ്ടിരിക്കുന്നു നോക്കി. തലമുറയായി പലമുറയായി. അത് നമുക്കൊരു അല്ലേ, മനഃപൂർവ്വമായിട്ട് അതൊരു അങ്ങനെ ഒരു വാക്കുണ്ടാക്കിയതായിട്ട് നമുക്ക് തോന്നില്ല. അങ്ങനെ ഒരു വാക്ക് വേറൊരു കവിയും ചിന്തിക്കത്തില്ല. അതുപോലെ തന്നെ KVSന്റെ മധുരതരം തിരുവേദം, അതിനകത്തൊരു വരിയുണ്ടല്ലോ, അജ്ഞനുജ്ഞാനം അന്ധനു നയനം അല്ലേ, നൽകിടുന്നു ഈശ്വര വചനം പുൽകിടുന്നു വിജ്ഞരിതനെ. അപ്പം അത് ബൈബിൾ ആർക്ക് എന്താണ്? അജ്ഞനത ജ്ഞാനമാണ്, അത് അന്ധന നയനമാണ്. അപ്പം അങ്ങനെയുള്ള വാക്കുകളുടെ ഉപയോഗങ്ങൾ ശരിക്കും പറയാം. അതുകൊണ്ടാണ് M കൃഷ്ണൻ നായർ പറഞ്ഞത് കവിതയിലോട്ട് ഞാൻ അപ്ലൈ ചെയ്തത്. അതായത് ഒരു 100 പാട്ട് നമ്മൾ വായിക്കുമ്പോൾ
അതിലെ ആശയസമ്പുഷ്ടത, അവരുടെ വാക്കുകളുടെ വൈവിധ്യങ്ങൾ, അതുപോലെ ഉപമകൾ, അലങ്കാരങ്ങൾ, ചിത്രങ്ങൾ, വാഗ്മയ ചിത്രങ്ങളാണ്. കാരണം തണുപ്പെന്നൊരു കവി എഴുതിയാൽ വായിക്കുന്നവന് തണുക്കണം. പ്രകാശം എന്ന് പറയുമ്പോൾ അവൻ്റെ കണ്ണ് വിടരണം. ദുഃഖം എന്ന് പറയുമ്പോൾ തനിയെ അവൻ്റെ മുഖം ആ ഒരു ദുഃഖം തളം കെട്ടുന്ന ഒരു അനുഭവം വരണം. അതുകൊണ്ടാണ് ഈ വാക്കുകൾ കൊണ്ട് ഒരു വാക്കുകൾ നമ്മൾ പ്രയോഗിക്കുമ്പോൾ പ്രകാശം എന്നൊരു വാക്ക് മാത്രമായിട്ട് കേൾക്കുമ്പോഴായിരിക്കില്ല അതിനൊരു സുഖം, അതിനോട് ചേർന്ന് വരുന്ന വാക്ക് അല്ലേ? അതിപ്പം അന്ധന് നയനം, ഇപ്പം നയനം എന്നൊരു വാക്ക് മാത്രമാണെങ്കിലോ നമുക്ക് അത്രയും ഉൾക്കൊള്ളാൻ പറ്റില്ല. അന്ധന് നയനം, അതാണ് ആ പ്രയോഗങ്ങളുടെ ഭംഗി എന്ന് പറയുന്നത്. പിന്നെ നല്ല വാക്ക് നമ്മൾ ഈ കവിതയിൽ പ്രയോഗിച്ചെങ്കിലേ പാടുന്ന ആൾക്കാർക്ക് അതിൻ്റെ ഭാവം ഉൾക്കൊണ്ട് പാടാൻ ഒക്കത്തും. ഇപ്പോൾ സ്നേഹം എന്ന് എഴുതി വെക്കുന്നതും നിരുപമ സ്നേഹം എന്ന് എഴുതുന്നതും നിർമ്മല സ്നേഹം എന്ന് വെക്കുന്നതും നിസീമ സ്നേഹം എന്ന് എഴുതി വെക്കുന്നതും ഒക്കെ വ്യത്യാസം, ഭയങ്കര വ്യത്യാസമാണ്. അപ്പോൾ ഓരോന്നിനും ഓരോ ഭാവം കൊടുത്ത് നമുക്ക് ആഴമുള്ള സ്നേഹം, ആഴിയേക്കാൾ സ്നേഹം, അനന്തമായ സ്നേഹം, അചഞ്ചലമായ സ്നേഹം, അമ്മയേക്കാൾ സ്നേഹം, ഇങ്ങനെയൊക്കെ പറയുമ്പോഴേക്ക് അപ്പോൾ സ്നേഹം എന്ന് പറഞ്ഞ വാക്കിങ്ങനെ വലുതായി വരികയാണ്. അതാണ് ഒരു ആശയം എങ്ങനെയാണ് വലുതാക്കാൻ പറ്റും. നമ്മളെന്നെ ഒരുപക്ഷെ ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പം നമ്മൾ ഈ ആശയങ്ങളെക്കുറിച്ചും വാക്കുകളെക്കുറിച്ചും ഒക്കെ നമ്മൾ സംസാരിക്കുന്നുണ്ടല്ലോ, ഒരു പക്ഷേ ഈ തലമുറയിൽ ഇത് നഷ്ടപ്പെട്ടു പോയത് നമ്മുടെ തലമുറയ്ക്ക്, പുതിയ തലമുറയ്ക്ക് നമ്മുടെ ഭാഷയിലുള്ള ഒരു സ്വാധീനം കുറഞ്ഞത് പോയതുകൊണ്ടല്ലേ? കാരണം ഇപ്പോൾ ഈ പുതിയ ജനറേഷൻ വന്നപ്പോഴേക്ക് മലയാളം ഐച്ഛിക വിഷയമായിട്ട് എടുത്ത് പഠിക്കുന്ന ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു പോയി. പിന്നെ ഇംഗ്ലീഷിൻ്റെ അല്ലെങ്കിൽ പാശ്ചാത്യ സംഗീതത്തിൻ്റെയും വാക്കുകളുടെയും അതിപ്രസരം. ഇപ്പോൾ ചിന്തിക്കുന്ന പോലും ഇപ്പോൾ ചെറുപ്പക്കാരെല്ലാം ഇംഗ്ലീഷിലാണ് അവർ ചിന്തിക്കുന്നത്. ഇപ്പം അവർ മെസ്സേജ് ചെയ്യുന്ന പോലും ഇംഗ്ലീഷിലാണ്. അതിൽ സ്പെല്ലിങ് വേണ്ട. ഇപ്പോൾ സ്പെല്ലിങ് പോയിട്ട് എല്ലാം ഷോർട്ട് ഫോം. LOL എന്ന് പറഞ്ഞ പോലെ ഷോർട്ട് ഫോമാണ്. വളരെ ഷോർട്ട് ഫോമും അവർക്കിപ്പോൾ മടിയായിട്ട് ഇപ്പം ഇമോജിയാണ്. അപ്പോൾ അക്ഷരങ്ങളും വാക്കുകളൊക്കെ അപ്രത്യക്ഷമായി ഇമോജിയിലേക്ക് ചുരുങ്ങിക്കഴിഞ്ഞു. മാത്രമല്ല ഒരു സെക്കൻഡ് ലാംഗ്വേജ് പോലും പ്രിഫർ ചെയ്യുന്നത് ഫ്രഞ്ചാണ്. അതെ. അപ്പോൾ അവിടെയും തഴയപ്പെടുന്നത് നമ്മുടെ മലയാള ഭാഷ. അപ്പോൾ നമ്മുടെ ഈ ചർച്ച കേൾക്കുന്ന ചെറുപ്പക്കാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ മലയാള ഭാഷയെ സ്നേഹിക്കണം. കാരണം ഇതിൽ നല്ല പാട്ടുകൾ ഇനി ഉണ്ടാകണം. അടുത്ത തലമുറ ഏറ്റെടുത്ത് കർത്താവിനെ കുറിച്ചുള്ള വചനവും അതുപോലെ ദൈവത്തിൻ്റെ വലിപ്പമൊക്കെ പ്രകീർത്തിക്കുന്ന ഗാനങ്ങൾ അവരെഴുതണം. അതെ, കാരണം ഭാഷയിൽ ഒരു സ്വാധീനമുണ്ടെങ്കിൽ മാത്രമേ നല്ല കവിതകൾ, രചനകൾ അത് പ്രകടമാവുകയുള്ളൂ. തീർച്ചയായിട്ടും മലയാളം പഠിക്കാത്ത ഒരാൾക്ക് അല്ലെങ്കിൽ മലയാള ഭാഷയിലേക്കൊന്നും ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാത്ത ഒരു വ്യക്തിക്ക് ആ വാക്കുകൾ തൻ്റെ ഹൃദയത്തിൽ നിന്ന് വരത്തില്ല. ഞാൻ ആ വാക്കുകളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ തമിഴിലും മലയാളത്തിലുമായിട്ട് ഒരു മംഗളഗാനമുണ്ട്. ഞാനത് ആദ്യം തമിഴിലൊന്ന് പറയാം. അത് മംഗളം സെഴിക്ക കിരുബൈയരുളും മംഗളനാഥനേ, മംഗള നിത്യ മംഗള നീ, മംഗളമുത്തിയും നാഥനും നീ, എങ്കൾ പുങ്കവനീ എങ്കൾ തുങ്കവനീ. ഇത് നോക്കണേ. ഉത്തമ സത്യ നിത്യ സത്തുവ മെത്ത മഹത്തുവ അത്തനു കത്തനം അവിരം ദേവനീ. ആ വാക്ക് നോക്കിയേ, ഉത്തമ സത്യ നിത്യ സത്തുവ മെത്ത മഹത്തുവ. എന്ത് മനോഹരമായ പ്രയോഗം. അതിൻ്റെ ഒരു മലയാളമുണ്ട്. മംഗളമേഗണേ കാരുണ്യവാരീതി ദമ്പതികൾക്കെന്നും. അതിലെ ലാസ്റ്റ് വരി എന്ന് പറഞ്ഞാൽ സന്താന സന്തുഷ്ടി സമ്പൽ സമൃദ്ധിയും സമ്പൂർണ്ണ സൗഭാഗ്യ ജീവിതമൊക്കെയും ലഭ്യമാക്കണേ. ഏകദേശം തത്തുല്യമായി ഏകദേശം അതുപോലെ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത, വാക്കുകളുടെ പ്രത്യേകത. അപ്പോൾ നമ്മൾ ഈ നേരത്തെ പ്രാസത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഈ TK സാറിൻ്റെ ഒരു തമാശയുണ്ട്. TK ശമൽ സാറിനോട് ഒരാൾ ചോദിച്ചു, സാറിന് എങ്ങനെ പ്രാസം വരുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു, എടാ പ്രസവത്തിലേ ഉള്ളതാണ് പ്രാസം എന്ന് പറഞ്ഞാൽ ജനിച്ചപ്പോഴേ എനിക്ക് കിട്ടിയ ഒരു അതാണ് പ്രാസം എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കവിതകൾ പ്രാസത്തിൻ്റെ അതിപ്രസരമാണ്. പക്ഷേ അത് വളരെ നാച്ചുറലായിട്ട് വരുന്നത്. അപ്പോൾ ഈ നമ്മൾ എന്താ പറയുന്നത്, പ്രാസം 4 രീതിയിലാണ് സാധാരണ ഉള്ളത്. ഒന്ന് ആദ്യാക്ഷരപ്രാസം, ആദ്യത്തെ എല്ലാ അക്ഷരങ്ങളും. അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെ പോരാരാധ്യരാരുമില്ല, അവനിൽ ശരണപ്പെട്ടാരുമേ ആരുമേ. അത് 3 ലൈൻസ്. അപ്പം അല്ല ആയിലാണ്. അപ്പോൾ മിക്കവാറും പാട്ട് അത് എളുപ്പമാണ്. അതെ, ഒരു കവി എന്നുള്ള കവി എന്നൊന്നും പറയാൻ ഒക്കത്തില്ല, പാട്ടെഴുത്തുകാരെന്നുള്ള രീതിയിൽ ഞങ്ങൾ സമ്മതിച്ചു. ഈ ആദ്യാക്ഷരം വളരെ എളുപ്പമാണ്. അതിനേക്കാൾ ഇച്ചിയുടെ പ്രയാസമാണ് ദ്വിതീയാക്ഷരപ്രാസം. എല്ലാ വരികളുടെയും രണ്ടാമത്തെ അക്ഷരം. ഇപ്പം
മരുവിടമാമി വീടെന്തൊരു ക്ഷാമം വരികിലും നിൻ പദമെന്തവിരാമം മരണദിനം വരെ നിൻ തിരുനാമം ധരണിയിലടിയനതൊന്നു വിശ്രാമം. ഓക്കെ, മരു, വരി, മര, ധര, ര ര ര ര, അതാണ് ദ്വിതീയാക്ഷരപ്രാസം. അത് കുറച്ചുകൂടെ ടഫാണ്. അത് കുറച്ചുകൂടെ ടഫ്. ഇതിനേക്കാളും എല്ലാം ടഫാണ് ഈ അനുപ്രാസം എന്ന് പറയുന്ന സാധനം. അനുപ്രാസം എന്ന് പറഞ്ഞാൽ ഈ അക്ഷരങ്ങൾ അടുപ്പിച്ച് വരുന്നതാണ്. അത് വളരെ പ്രയാസമാണ്. പിന്നെയുള്ളത് അന്ത്യപ്രാസമാണ്. അന്ത്യപ്രാസം ഇംഗ്ലീഷിൽ വരുമ്പോൾ ഒന്നാമത്തെ ലൈനും മൂന്നാമത്തെ ലൈനിൻ്റെയും അവസാനം ഒരേപോലത്തെ സൗണ്ട് ആയിരിക്കും. അമേസിങ് ഗ്രേസ് ഹൗ സ്വീറ്റ് ദ സൗണ്ട് ദാറ്റ് സേവ്ഡ് എ റച്ച് ലൈക്ക് മീ. അപ്പം ഇംഗ്ലീഷ് പാട്ട് മിക്കവാറും നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ വരിയുടെ അവസാനത്തെ വാക്കും മൂന്നാമത്തെ വരിയുടെ അവസാന വാക്കും ഒരുപോലെ ഇരിക്കും. രണ്ടാമത്തെ വരിയുടെ അവസാന വാക്കും നാലാമത്തെ വരിയുടെ അവസാന വാക്കും ഒരുപോലെ ഇരിക്കും. സെയിം സൗണ്ട്. അതാണ് റൈമിങ്. അതാണ് അവരുടെ പ്രാസം. അത് മനസ്സിലാക്കണമെങ്കിൽ നാഗൽ സാഹിബിൻ്റെ പാട്ട് നോക്കിയാൽ അറിയാം. നാഗൽ സാഹിബിൻ്റെ പാട്ടെല്ലാം ആ ഒരു ഫോർമാറ്റാണ്. അപ്പോൾ ആദിക്ഷപ്രാസമുണ്ട്, ദ്വിതീയാക്ഷരപ്രാസമുണ്ട്, പിന്നെ അനുപ്രാസം. ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഒരേ ശബ്ദം വരുന്നത്. നമ്മളിപ്പോൾ കേട്ട ആ പാട്ട് ഏതാ, സന്താന സന്തുഷ്ടി, അത് അനുപ്രാസത്തിന് നല്ലൊരു ഉദാഹരണമാണ്. അതുപോലെ തന്നെ അന്ത്യപ്രാസം. ഈ 4 പ്രാസവും നമ്മുടെ ക്രിസ്തീയ ഗാനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് ആളുകൾ. തീർച്ചയായിട്ടും കൂടുതലും അത് എനിക്ക് തോന്നുന്നത് ശമുൽ സാറൊക്കെയാണ് കൂടുതൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ കവിതയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചെറിയ സ്ഥാനത്തെ വലുതാക്കും. കുമാരനാശൻ്റെ വീണപൂവ്, അത് പുഷ്പം തണ്ടിലിങ്ങനെ ഇരുന്നു, വിരിഞ്ഞു, രാജ്ഞി കണക്കെ ഇരുന്നു അല്ലേ, അത് പെട്ടെന്ന് താഴെ വീണു. അതിൽ നിന്നൊരു വലിയൊരു ജീവിത വീക്ഷണമാണ് അതേ പറഞ്ഞത്. ഹാ പുഷ്പമേ തുങ്കപഥത്തിലേറി ഇരുന്നു എന്ന് പറഞ്ഞത് നീ താഴെ വീണു. അതിൽ നിന്ന് വലിയൊരു കാവ്യം പിറക്കുക. അതേപോലെ തന്നെയാണ് വലിയൊരു കാര്യത്തെ ചുരുക്കുന്നതും. ഇപ്പം നമുക്ക് ആസ്ട്രോണമിയെക്കുറിച്ച് പറഞ്ഞാൽ ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ ഹൗ ഐ വണ്ടർ വാട്ട് യു ആർ അപ്പ് അബവ് ദ വേർഡ്സ് ഓഫ് ഹൈ ലൈക്ക് എ ഡയമണ്ട് ഇൻ ദ സീ ഇൻ ദ സ്കൈ. അപ്പം ഈ ആകാശഗോളങ്ങളെക്കുറിച്ചുള്ള പഠനം 4 വരികളിൽ. അതുപോലെ ഇപ്പം ശമുൽ സാറിൻ്റെ പാട്ടിലുണ്ട് എന്തൊരു അത്ഭുത പുരുഷൻ ക്രിസ്തു എന്നുള്ള പാട്ടിന് ക്രിസ്തു മഹാത്മ്യത്തിൻ്റെ ഗാനമാണ്. അതിൽ കർത്താവ് ചെയ്ത 5 അത്ഭുതങ്ങൾ 4 അത്ഭുതങ്ങൾ വളരെ നിസ്സാരമായിട്ട് അദ്ദേഹം 4 വരികളിൽ ജസ്റ്റ് 4 ലൈൻ. കുരുടർ കണ്ടു, തിരുടർ വിരണ്ടു, ശാന്തത പൂണ്ടു സാഗരം, തെല്ലിര കൊണ്ട് ബഹുജനമുണ്ടു, അത് 5000 പേരെ മൃതരുയിർ പൂണ്ടു ക്രിസ്തനാൽ. അപ്പോൾ 5 കാര്യങ്ങൾ എത്ര മനോഹരമായിട്ടാണ് പുള്ളി ഈ ഒരു വളരെ ചെറിയ ലൈനിൽ വളരെ ചെറിയ വരികളിൽ അദ്ദേഹം ചെയ്തിരിക്കുന്നതെന്ന് അല്ലെങ്കിൽ എഴുതിയിരിക്കുന്നതെന്നുള്ളത് ഒരു വലിയ ഒരു അത്ഭുതം. ശമുൽ സാറിനെ പോലുള്ള ആളുകൾക്കൊക്കെ സാധിക്കുള്ളൂ. അതുപോലെ അദ്ദേഹത്തിന് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, അദ്ദേഹത്തിൻ്റെ ഈ പ്രാസത്തിൽ സങ്കടത്തിൽ നീയൻ സങ്കേതം എന്നുള്ള പാട്ടുണ്ടല്ലോ, അതിൻ്റെ ഒരു സ്റ്റാൻസയാണ് അടിമനുഖങ്ങളെ അരിഞ്ഞു തകർത്തു അഗതികൾ തന്നൂടെ അരികിൽ നീ പാർത്തു അടിയനെ നിൻ തിരു കരുണയിലോർത്തു അരുമയിൽ പിളർന്നൊരു മാറിൽ നീ ചേർത്തു. തകർത്തു, പാർത്തു, ഓർത്തു, ചേർത്തു. എന്തൊരു അവർ നേരത്തെ നമ്മൾ പാടിയ ആ ലൈനിലെ ക്ഷാമം, അഭിരാമം, തിരുനാമം, വിശ്രാമം. അടുത്ത ലൈനിൻ്റെ ലാസ്റ്റ് വന്നാലും വെന്നാലും കനി പോലും ഇനിമേലും. ഇതിലെല്ലാം രസം എന്ന് പറഞ്ഞാൽ ദ്വിതീയാക്ഷരപ്രാസമുണ്ട്, അന്ത്യപ്രാസമുണ്ട് ഒറ്റ പാട്ടിൽ. അത് ഭയങ്കര കടുപ്പാണെന്ന് പറഞ്ഞാൽ അങ്ങനെ എഴുതാൻ വളരെ വിവിധ സുഖങ്ങൾ വിട്ട് ഞാൻ ഓടും, നിൻപദം തേടും, പാട്ടുകൾ പാടും ഞാൻ നേടും. സാറേ, ഇതിൽ നാം ചിന്തിക്കേണ്ട ഒരു വലിയ വിഷയമുണ്ട്. പ്രാസം എന്ന് പറഞ്ഞാൽ പോലും എന്താണെന്ന് അറിയാൻ മേലാത്തൊരു തലമുറയാണ് നമുക്ക് ചുറ്റുമുള്ളത്. ഒരു പുതിയ തലമുറ പ്രാസമോ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് കുട്ടികൾ ചോദിക്കും. അപ്പോൾ അവർക്ക് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് പഠിപ്പിക്കാൻ നമുക്ക് പറ്റുന്നില്ല, അല്ലെങ്കിൽ മലയാള ഭാഷയെ കുറച്ചുകൂടി നമ്മുടെ തലമുറയ്ക്കൊന്ന് പരിചിതപ്പെടുത്തി കൊടുക്കാൻ മലയാളികളായിട്ട് കൂടി നമുക്ക് സാധിക്കുന്നില്ലെന്നുള്ളതാണ് ഇപ്പോഴത്തെ പാട്ടുകൾക്ക് വന്ന ഒരു പരാജയത്തിൻ്റെ കാരണമെന്ന് ഞാൻ വിചാരിക്കുന്നു. സാറിൻ്റെ അഭിപ്രായം എന്താ? അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ പാട്ട് എപ്പോഴും നമ്മളൊരു ഗൗരവത്തോടുകൂടിയല്ല കാണുന്നത്. ഒരു ഉദാഹരണം, നമ്മുടെ ചർച്ചിൽ നമ്മളിരുന്നു. ചർച്ചിലിരുന്നിട്ട് ഒരു 10 വരെയായി പ്രസംഗിക്കാനുള്ള ആൾ എത്തിയിട്ടില്ല, ട്രാഫിക്കിലെങ്ങാണ്ട് കൂടി ഇരിക്കുകയാണ്. അപ്പോൾ ഉടനെ ഒരാൾ വന്ന് പറയും, നമ്മുടെ പ്രസംഗൻ ഇപ്പോൾ ഒരിക്കലും ഒരു മെസ്സേജ് കിട്ടി, അദ്ദേഹം ട്രാഫിക്കിലാണ്, ഒരു 15 മിനിറ്റിൽ കൊണ്ട് ഇവിടെ എത്തുന്നു പ്രതീക്ഷിക്കുന്നു, അതുവരെ നമുക്കൊരു 2 പാട്ടുകൂടെ പാടാം.
അപ്പോൾ ഈ രണ്ട് പാട്ട് പാടുന്നത് എന്തിനാ? ഓക്കെ, ഇറ്റ്സ് ഓൺലി ഫില്ലർ. ഫില്ലേഴ്സ് ആയിട്ടാണ് നമ്മൾ പലപ്പോഴും പാടുന്നത്. അപ്പോൾ അതിനെ ഗൗരവത്തോടുകൂടെ കാണുന്നില്ല, വരികൾ ഉൾക്കൊള്ളുന്നില്ല, ആശയം മനസ്സിലാക്കുന്നില്ല. അത് ചില വിവാഹ ശുശ്രൂഷകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ഒരു കല്യാണം നടത്തുന്ന ആള് വരാനായിട്ടൊക്കെ ഒരല്പം താമസിക്കുമ്പോഴത്തേക്ക് 2-3 പാട്ടുകൾ കൊയറുകാരെ ഇങ്ങനെ കാണിക്കും, ഒരു പാട്ടൂടെ വിട്ടോളാൻ പറയും. അപ്പോൾ ഈ പാട്ടുകളുടെ അർത്ഥം അറിഞ്ഞ് പാടുകയാണെങ്കിൽ അതിനൊരു എന്തായാലും പറഞ്ഞൊരു സുഖമുണ്ട്. അപ്പം ചില മ്യൂസിക് ഡയറക്ടേഴ്സ് ഈ പാട്ടുകാരോട് പാട്ട് കാണാതെ പഠിച്ചിട്ടേ പാടാൻ അവർ അനുവദിക്കത്തുള്ളൂ. കാരണം കാണാതെ പഠിക്കുമ്പോൾ അത് നമ്മുടെ റണ്ണിങ് ദ ലിറിക്സ് ത്രൂ ദ ബ്രെയിൻ എന്ന് പറഞ്ഞൊരു എക്സ്പ്രഷനുണ്ട്. ആ വരികളുടെ മുഴുവൻ ആശയം നമ്മുടെ മനസ്സിൽ പതിഞ്ഞതിന് ശേഷം അത് പാടുമ്പോൾ കുറച്ചുകൂടെ അത് ഉൾക്കൊണ്ട് നമുക്ക് പാടാം. ഇത് കാണുമ്പോൾ നമ്മൾ ചുമ്മാ വരികൾ നോക്കി അങ്ങ് പാടത്തല്ലോ. അപ്പോൾ നമ്മുടെ ആലാപനം എന്നുള്ള സെക്ഷനിൽ അതിനെക്കുറിച്ച് വളരെ വിശാലമായിട്ട് അല്ലെങ്കിൽ വിശദമായിട്ട് സംസാരിക്കേണ്ട കാര്യമാണ്. അത് കുറച്ചുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരണം ആ ഒരു പോർഷൻ. നമുക്ക് പറയാം. കാര്യം ഇപ്പോൾ നമ്മൾ ഈ പല പാട്ടുകളും ലൈൻ ബൈ ലൈനായിട്ടോ അല്ലെ വേർഡ് ബൈ വേർഡായിട്ടാണ് പലപ്പോഴും സ്റ്റുഡിയോകളിൽ ഇപ്പോൾ പാടുന്നത്. റെക്കോർഡ് ചെയ്യുന്ന പോലും അങ്ങനെയാണല്ലോ. റെക്കോർഡ് ചെയ്യുന്നത് അങ്ങനെയാണ്. കാരണം ഒരു പാട്ട് ഒരു പക്ഷേ സ്റ്റാൻസ പാടും. അതെ, സ്റ്റാൻസ പാടും. അപ്പോൾ പാട്ട് കേട്ട് കഴിയുമ്പോഴത്തേക്ക് സംഗീത സംവിധായകൻ പറയും അതെ ആ ഫസ്റ്റ് ലൈനിൻ്റെ ആ രണ്ടാമത്തെ വാക്കൊന്നൊരു പാടണേ, സെക്കൻഡ് ലൈനിൻ്റെ മൂന്നാമത്തെ വാക്കും കൂടെ ഒന്ന് പാടണം, തേർഡ് ലൈനിൻ്റെ ആദ്യത്തെ വാക്കൊന്ന് പാടണം. സത്യത്തിൽ ഇത് മുഴുവനായിട്ട് പാടുന്നതാണ് നല്ലത്. പക്ഷേ എളുപ്പത്തിന് വേണ്ടി നമ്മൾ ആദ്യത്തെ ലൈനിൻ്റെ അവസാനത്തെ അക്ഷരം ഒന്ന് പാടുന്നു. അപ്പോൾ അങ്ങനെയായിപ്പോൾ റെക്കോർഡിങ്. അപ്പോൾ ഒരിക്കലും നമ്മുടെ രചനയുടെ അർത്ഥം നമുക്ക് മനസ്സിലാക്കി ഹൃദയത്തിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ട് പാടാനൊന്നും ഇപ്പോഴത്തെ റെക്കോർഡിങ്ങിന് ഇപ്പം സാധിക്കാറില്ല. ഇപ്പം പാട്ട് അറിയണമെന്നുമില്ല. കാരണം ഈ ഓട്ടോ ട്യൂണും പിന്നെ എന്താ മെലഡീനോ അങ്ങനെയൊക്കെ സാധനങ്ങളുണ്ടല്ലോ. പുതിയ സോഫ്റ്റ്വെയർ ഒക്കെ വന്നതോടെ ചുമ്മാ നമ്മൾ കർത്താവേ നീ വലിയവനാകുന്നു എന്ന് ചുമ്മാ പറഞ്ഞാൽ മതി. കർത്താവേ നീ വലിയവനാകുന്നു, അത് ഓട്ടോ ട്യൂണിൽ കേട്ട് കർത്താവേ നീ വലിയവനാകുന്നു, അങ്ങനെ വേണം ഏത് രീതിയിലുള്ള നമുക്ക് ആക്കാം. അപ്പോൾ ഇന്ന് പറഞ്ഞാൽ മതി, പാടേണ്ട പോലും ആവശ്യമില്ല. അപ്പോൾ അത് ഈ പാട്ടിനെ ഗൗരവത്തോടുകൂടെ സമീപിക്കാത്തതിൻ്റെ ഒരു പ്രശ്നമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആരെക്കുറിച്ച് പാടുന്നു, എന്ത് പാടുന്നു, എങ്ങനെ പാടുന്നു, ഈ 3 ചോദ്യത്തിന് ഒരു നല്ല ഉത്തരം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മുടെ പാട്ടുകൾ കുറച്ചുകൂടെ സമ്പുഷ്ടമാകുന്നതാണ് എൻ്റെ ഒരു ധാരണ. നമ്മൾ ഗാനരചനയുടെ മേഖലയിലാണ് നാം ഇത്രയും സമയം സംസാരിച്ചു കൊണ്ടിരുന്നത്. നമുക്ക് നല്ല ഗാനങ്ങൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് പാടുവാനായിട്ട് കുറച്ചുകൂടി മെച്ചമായ പാട്ടുകൾ നമുക്കുണ്ടാകേണ്ടിയിരിക്കുന്നു എന്നുള്ളതൊരു സത്യം തന്നെയാണ്. മലയാള ഭാഷ അല്പം കൂടെ മനസ്സിലാക്കി അല്ലെങ്കിൽ ഭാഷയിലേക്കൊന്ന് കുറച്ചുകൂടി ഇറങ്ങിച്ചെന്ന് കുറച്ചുകൂടി ഭാവനാത്മകമായി നമുക്ക് പാട്ടുകൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു എന്നുള്ളതൊരു സത്യം തന്നെയാണ് അല്ലേ? സൈമൺ സാറിൻ്റെ ഒരു പാട്ടുകൂടെ പാടി നമുക്ക് സെഗ്മെന്റ് തീർക്കാം. ഏതറിയോ? തുങ്കപ്രതാപമാർന്ന ശ്രീയേശു നായകനെ. അത് സന്തോഷം ഒന്ന് പാടാം ആ ഗാനം. തത്വവിത്താമുനിയേ ദുഷ്ടലോക ശനിയേ, തത്വവിത്താമുനിയേ ദുഷ്ടലോക ശനിയേ, സത്യവേദധ്വനിയെ ജീവകമാക്കനിയേ, സത്യവേദധ്വനിയെ ജീവകമാക്കനിയേ, കരുണയിൻ ധ്വനിയേ ഞങ്ങൾ വരുന്നിതാ തനിയേ, കരുണയിൻ ധ്വനിയേ ഞങ്ങൾ വരുന്നിതാ തനിയേ. തുങ്കപ്രതാപമാർന്ന ശ്രീയേശു നായകനെ, തുങ്കപ്രതാപമാർന്ന ശ്രീയേശു നായകനെ, ഞങ്ങൾക്കു നന്മ ചെയ്ത കാരുണ്യവാരിധിയെ, ഞങ്ങൾക്കു നന്മ ചെയ്ത കാരുണ്യവാരിധിയെ, വണങ്ങിടും നടിയാർ തവ പദങ്ങളാശ്രയമേ, വണങ്ങിടും നടിയാർ തവ പദങ്ങളാശ്രയമേ. ഇപ്പം ഈ പാടിക്കേട്ട പാട്ടിൻ്റെ അവസാനം നമ്മൾ ശ്രദ്ധിച്ചോ? മുനിയെ ശനിയെ ധ്വനിയെ കനിയെ ധുനിയെ തനിയെ. ഇതിനൊക്കെ അർത്ഥം ശരിക്കും ഉൾക്കൊണ്ട് പാടുകയാണെങ്കിൽ ശരിക്കും നമ്മൾ ആ ശ്രീയേശു നായകനെ കാരുണ്യവാരിധിയെ എന്ന് പറഞ്ഞ അവൻ്റെ സന്നിധിയിൽ വരുമ്പോൾ അവനെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ വിശേഷണങ്ങളെല്ലാം നമ്മുടെ മനസ്സിൽ പതിയും. അപ്പോൾ നമ്മുടെ ആരാധനയ്ക്കും സ്തുതിക്കൊക്കെ കുറച്ചുകൂടെ ആഴവും വ്യാപ്തിയും അർത്ഥമൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് അർത്ഥം അറിഞ്ഞ് പാടാം. അപ്പോൾ നമ്മൾ ആരെയും നിരുത്സാഹപ്പെടുത്താൻ വേണ്ടിയല്ല, ഒരിക്കലുമല്ല. നാം പാട്ടുകളുടെ വിവിധ മേഖലകളെക്കുറിച്ച് ഒരു ഗാനം
നമ്മുടെ മുൻപിൽ ലഭിക്കുമ്പോൾ അതിൻ്റെ രചന, അതിൻ്റെ സംഗീതം, അതിൻ്റെ ആലാപനം, ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് നാം ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ നാം ചർച്ച ചെയ്തത് രചനയെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് പുതിയ തലമുറയിൽ നിന്ന് രചയിതാക്കൾ ഉണ്ടാവണം. ഒരിക്കലും ചിന്തിക്കരുത് പഴയ ഗാനങ്ങൾ മാത്രമേ ഉള്ളൂ നല്ലത്, അല്ലെങ്കിൽ പുതിയ പാട്ടുകളൊക്കെ മോശമാണെന്നോ അല്ലെങ്കിൽ പുതിയ ഗാനരചയിതാക്കളെ കുറിച്ച് കാണാനോ ഒന്നുമല്ല നമ്മുടെ ശ്രമം. ഒരു പക്ഷേ അല്പം കൂടി ഒരു ശ്രമം നമ്മുടെ ഓരോരുത്തരുടെയും പാട്ടുകൾ എഴുതുന്ന പ്രിയപ്പെട്ടവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായാൽ, അല്ലെങ്കിൽ ഒരല്പം കൂടി വായിക്കുകയും അല്പം കൂടി ഭാഷയിലുള്ള സ്വാധീനമൊന്ന് വർദ്ധിപ്പിക്കുകയും ഒക്കെ ചെയ്യുവാൻ കഴിഞ്ഞാൽ അല്പം കൂടെ മെച്ചമായ പാട്ടുകൾ, ഭാവന സമ്പുഷ്ടമായ പാട്ടുകൾ, അല്ലെങ്കിൽ വാക്കുകളാൽ സമ്പുഷ്ടമായ പാട്ടുകൾ, വൃത്തവും അലങ്കാരവും ഒക്കെയുള്ള പാട്ടുകൾ, ഇപ്പൊ പറഞ്ഞതുപോലെ പ്രാസഭംഗിയുള്ള വാക്കുകൾ, ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്കൊരല്പം കൂടി മെച്ചമായ പാട്ടുകൾ ലഭിക്കും. അത് പാടി നമുക്ക് സന്തോഷിക്കുവാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരു പക്ഷേ യുവതലമുറ, ഇത് കേൾക്കുന്ന യുവതലമുറ ഇപ്പോൾ ചിന്തിച്ചേക്കാം, ഞങ്ങൾക്ക് ഇത്രയും ഭാഷയൊന്നും മനസ്സിലാക്കുവാനുള്ള ഒരു ജ്ഞാനം ഞങ്ങൾക്കില്ല, ഭാഷയിലുള്ള നൈപുണ്യമൊന്നും ഞങ്ങൾക്കില്ല എന്നൊക്കെ ചിന്തിച്ചേക്കാം. പക്ഷേ ഒരു കാര്യം ഓർക്കുക, ഇത് മലയാളമാണ്, ഇത് നമ്മുടെ മാതൃഭാഷയാണ്. നാം മനസ്സിലാക്കിയിരിക്കേണ്ട, പഠിച്ചിരിക്കേണ്ട, ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഭാഷയാണ് മലയാളമെന്ന് ഓർക്കണം. ആ ഭാഷയിൽ നമ്മുടെ നിപുണത, അല്ലെങ്കിൽ ഒരല്പം കൂടി നാം ആ ഭാഷയെ പഠിക്കുകയും അതിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലുകയും ചെയ്താൽ അല്പം കൂടി മെച്ചമായ പാട്ടുകൾ, നമുക്ക് ആരാധിക്കുവാനും സന്തോഷിക്കുവാനും ആനന്ദിക്കുവാനുമുള്ള പാട്ടുകൾ, മെച്ചമായി കൂടുതൽ ഭംഗിയുള്ള പാട്ടുകൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് മാത്രമേ ഉള്ളൂ നമ്മുടെ താല്പര്യമല്ലാതെ. ഈ തലമുറയിൽ നല്ല പാട്ടെഴുത്തുകാരുണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും ഉണ്ട്, നല്ല എഴുത്തുകാരുണ്ട്, അതിന് യാതൊരു സംശയവുമില്ല. എന്നാൽ എല്ലാവരുടെയും ഭാഗത്തൊരു ശ്രമം ഉണ്ടായി കാണുവാനുള്ള ഒരാഗ്രഹം കൊണ്ടാണ് നാം ഇങ്ങനൊരു എപ്പിസോഡ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ലൈഫ് ഫോക്കസിൻ്റെ ഈ എപ്പിസോഡ് ഇന്നിവിടെ പൂർണ്ണമാകുന്നു. നമുക്ക് അടുത്ത എപ്പിസോഡിൽ നാം ഓർത്തതുപോലെ സംഗീത സംവിധാനത്തെക്കുറിച്ചുള്ള, പാട്ടുകൾ ട്യൂൺ ചെയ്യുവാനുള്ള, ആ നിലയിൽ നമുക്ക് പാട്ടുകളെ മെച്ചപ്പെടുത്തുവാനുള്ള മാർഗ്ഗങ്ങളെക്കുറിച്ചാണ് നാം അടുത്ത എപ്പിസോഡിൽ ചിന്തിക്കുന്നത്. ഈ എപ്പിസോഡിൽ ഞങ്ങളോടുകൂടി ആയിരുന്ന നിങ്ങൾക്കേവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. വീണ്ടും ലൈഫ് ഫോക്കസിൻ്റെ അടുത്ത എപ്പിസോഡിനായി നമുക്ക് കാത്തിരിക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.